ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സയൻസ് മാജിക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന അധ്യായമാണ്. അഥവാ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന അധ്യായമാണ്. നമുക്കറിയാം, ആകെ 7 ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. 40 മാർക്കിനാണ് പരീക്ഷ എന്ന് പറയുന്നത്. സോ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൽ കൂടുതൽ എന്തായാലും പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് A+ ആണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ചാപ്റ്ററും കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. നിങ്ങൾ ഒരു ചാപ്റ്ററും ഒഴിവാക്കി വിടരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോവാം. നിങ്ങൾ 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു അധ്യായം പഠിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മൂലകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് തുടങ്ങാം. എന്താണ് മൂലകം എന്ന് പറയുന്നത്? ശുദ്ധ പദാർത്ഥമാണ് മൂലകം എന്ന് നമുക്കറിയാം. അതായത് രാസപ്രവർത്തനത്തിലൂടെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകം അഥവാ എലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്? ഒരു പദാർത്ഥം പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ തന്മാത്രകളും അല്ലെങ്കിൽ എല്ലാ കണികകൾക്കും ഒരേ സ്വഭാവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മൂലകം ഒരു ശുദ്ധ പദാർത്ഥമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിലുള്ള കണികകൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകം, ഈ മൂലകത്തെ നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൂലകത്തെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി വ്യക്തി ലാവോസിയാണ്. അന്നത്തെ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഉൾപ്പെടുത്തി 2 ഗ്രൂപ്പുകളായി തിരിച്ചു ലാവോസിയ. പിന്നീട് 3 എലമെന്റ്സ് അല്ലെങ്കിൽ 3 മൂലകങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പാക്കി ട്രയാഡ്സ്, ത്രികങ്ങൾ എന്ന് പറയുന്നത് ഡൊബൈനർ കൊണ്ടുവന്നു. അതിനുശേഷം അഷ്ടമ നിയമവുമായിട്ട് ന്യൂലാൻഡ്സ് വന്നു. ഇതെല്ലാം പീരിയോഡിക് ടേബിളിലേക്ക് കയറുന്നതിനുള്ള ഒരു ചവിട്ടുപടികളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും പുരാതന മാതൃക നിർമ്മിച്ചിട്ടുള്ളത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ്. മെൻഡലീഫിന്റേതാണ് യഥാർത്ഥത്തിലുള്ള പീരിയോഡിക് ടേബിൾ ആയിട്ട് പരിണമിച്ചത്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, അറ്റോമിക് നമ്പർ അല്ല, അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂലകങ്ങളെ വർഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. അറ്റോമിക് മാസ് കൂടി വരുന്ന രീതിയിലായിരുന്നു. പിന്നീടാണ് ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ, ആധുനിക പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി കൊണ്ടുവന്നത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ എല്ലാം അറ്റോമിക് നമ്പർ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ആറ്റത്തിന്റെ മാതൃകകൾ, ആറ്റത്തെയാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തുന്നത്. ആറ്റം അടങ്ങിയ മൂലകങ്ങളെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ സ്വഭാവം നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറ്റോമിക് മാസ് അറിയണം. അറ്റോമിക് മാസ് അറിയണമെങ്കിൽ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതിലുള്ള ഇലക്ട്രോണുകളെയും ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും കുറിച്ച് അറിയണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആറ്റം മോഡലുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും സ്വീകാര്യത നേടിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറ്റം മോഡലായിരുന്നു ബോർ ആറ്റം മാതൃക. നീൽസ് ബോറിന്റെ ബോർ ആറ്റം മാതൃക. ബോർ ആറ്റം മാതൃക അനുസരിച്ച് അതിലുള്ള പ്രധാന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആറ്റങ്ങൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സഞ്ചാരപാതയിലൂടെയാണ് ചുറ്റുന്നത്. അത്തരം സഞ്ചാരപാതകളെയാണ് ഓർബിറ്റൽ അഥവാ ഷെല്ല് എന്ന് വിളിക്കുന്നത്. ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോണുകൾ കാണുന്നുണ്ട്. ഓരോ ഓർബിറ്റലുമുള്ള ഇലക്ട്രോണിനൊരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഓർബിറ്റലുകളെ അല്ലെങ്കിൽ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ അഥവാ എനർജി ലെവൽ എന്ന് വിളിച്ചു. എനർജി ലെവലിലുള്ള ഈ ഒരു പാതയിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ചാർജുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്തോറും ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ ചാർജ് കൂടി വരുന്നു. കാരണം നമുക്കറിയാം, ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയും. അതുകൊണ്ട് ഇലക്ട്രോണുകളുടെ ചാർജ്, ഇലക്ട്രോണുകൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിന്റെ ചാർജ് കൂടും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ KLMN എന്നിങ്ങനെയുള്ള ഷെല്ലുകളും ഈ ബോർ മാതൃക പ്രകാരം വന്നിട്ടുള്ളതാണ്. അപ്പൊ ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ല് എന്ന് പറയുന്നത് K എന്ന് പറയുന്ന ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ല് L ആണ്. മൂന്നാമത്തെ ഷെല്ല് M ആണ്. നാലാമത്തെ ഷെല്ല് N ആണ്. സോ ഇങ്ങനെ KLMN എന്ന രീതിയിലാണ് ഷെല്ലുകളുടെ ക്രമീകരണം എന്നാണ് നീൽസ് ബോറിന്റെ ബോർ മാതൃക പ്രകാരം പറയുന്നത്. സോ KLMN ഇങ്ങനെയാണ് ഷെല്ലുകൾ. ഓക്കെ, ഇതിൽ K ഷെല്ലിനേക്കാളും ഊർജ്ജം കൂടുതലായിരിക്കും Lന്, Lനേക്കാളും കൂടുതലായിരിക്കും Mന്, Mനേക്കാളും കൂടുതലായിരിക്കും Nന്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത്. K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം 2 ആണ്. L ഷെല്ലിലാണെങ്കിൽ പരമാവധി ഇലക്ട്രോൺ 8 ആണ്. M ഷെല്ലിലാണെങ്കിൽ പരമാവധി ഇലക്ട്രോൺ 18 ആണ്. N ഷെല്ലിലാണെങ്കിൽ പരമാവധി ഇലക്ട്രോൺ 32 ആണ്. സോ ഇതാണ് ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. K എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്.
L രണ്ടാമത്തേതാണ്, M മൂന്നാമത്തേതാണ്, N നാലാമത്തേതാണ്. ഈ ഇലക്ട്രോൺ ഫില്ലിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഫില്ലിങ്ങിന് 3 റൂൾ ഉണ്ട്. 2n². ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് 2n² എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ n എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ്. ഷെൽ നമ്പർ ആണ് n എന്ന് പറയുന്നത്. സോ k എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്. സോ അവിടെ n എന്ന് പറയുന്നത് 1 ആണ്. സോ ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? 2 × 1². ദാറ്റ് ഈസ് 2 × 1 = 2. അങ്ങനെയാണ് k ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നിട്ടുള്ളത്. ഇനി k കഴിഞ്ഞ അടുത്ത് L നോക്കിക്കഴിഞ്ഞാൽ L രണ്ടാമത്തെ ഷെല്ലാണ്. സോ 2 ആണ്. സോ n എന്ന് പറയുന്നത് 2 ആണ്. സോ ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 2² ആണ്. ദാറ്റ് ഈസ് 2 × 4 ദാറ്റ് ഈസ് = 8. അങ്ങനെയാണ് 8 വന്നിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ആദ്യം എനർജി കുറഞ്ഞിട്ടുള്ള ലെവലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. പിന്നെ എനർജി കൂടുതലുള്ളത് L, പിന്നെ എനർജി കൂടുതലുള്ളത് M, പിന്നെ എനർജി കൂടുതലുള്ളത് N. സോ ഊർജം കൂടി വരുന്ന അല്ലെങ്കിൽ എനർജി ലെവൽ കൂടി വരുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. മൂന്നാമത്തെ റൂള് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ K, L, M എന്നിങ്ങനെയുള്ള ഷെല്ലുകളും അതിലുള്ള ഇലക്ട്രോണുകളും ക്രമീകരിച്ചിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. സോഡിയം 11 ആണ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. 11 ഇലക്ട്രോണുകളാണുള്ളത്. ഇതിന്റെ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ K ൽ 2, L ൽ 8, M ൽ 1. ഇങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്. ബോർ മാതൃകയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ബോർ മാതൃകയുടെ പരിമിതികളെ കുറിച്ച് കൂടുതൽ പഠനം നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഷെല്ലുകളുടെ ഉള്ളിൽ ഉപ ഊർജ നിലയങ്ങൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഈ സബ് ഷെല്ലിനകത്താണ് ഓർബിറ്റലുകൾ ഉള്ളത്. ഈ ഓർബിറ്റുകൾക്കകത്താണ് ഇലക്ട്രോണുകൾ ഉള്ളത് എന്ന് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. സോ ഷെല്ലിന്റെ ഉള്ളില് ഉപ ഊർജ നിലയങ്ങൾ അഥവാ സബ് ഷെല്ലുകൾ ഉണ്ട് എന്നും സബ് ഷെല്ലുകൾക്കകത്ത് ഓർബിറ്റലുകൾ ഉണ്ട് എന്നും ഈ ഓർബിറ്റലുകൾക്കകത്താണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എന്ന് പിന്നീട് കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ ഷെല്ലിന്റെയും അകത്ത് സബ് ഷെല്ലുകൾ ഉണ്ട് എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് ശാസ്ത്രലോകത്തിന് എത്താൻ സാധിച്ചു. ആ സബ് ഷെല്ലുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള സബ് ഷെല്ലുകളെ കുറിച്ചാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ സബ് ഷെല്ലുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. K എന്ന് പറയുന്ന ഷെല്ലിൽ ആകെ കാണുന്ന സബ് ഷെൽ എന്ന് പറയുന്നത് ആകെ ഒരു സബ് ഷെല്ലാണ് K എന്ന് പറയുന്ന ഷെല്ലിനകത്തുള്ളത്. ആ സബ് ഷെല്ലിനെ S എന്ന് വിളിക്കുന്നു. L എന്ന് പറയുന്ന ഷെല്ലിനകത്ത് 2 സബ് ഷെല്ലുകളുണ്ട്. ഒന്ന് S, രണ്ടാമത്തേത് P. M എന്ന് പറയുന്ന ഷെല്ലിനകത്ത് 3 സബ് ഷെല്ലുകളാണ് ഉള്ളത്. ഒന്ന് S, മറ്റൊന്ന് P, മറ്റൊന്ന് D. N-ലാണെങ്കിൽ 4 സബ് ഷെല്ലുണ്ട്. S, P, D, F. ഓക്കെ. സോ K എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് ഒറ്റ സബ് ഷെൽ S, L-ന്റെ അകത്ത് 2 സബ് ഷെൽ S, P, M-ന്റെ അകത്ത് 3 സബ് ഷെൽ S, P, D, N-ന്റെ അകത്ത് 4 സബ് ഷെൽ S, P, D, F. അതായത് ഷെൽ നമ്പർ എത്രയാണോ അത്രയും ഷെല്ലുകളുണ്ട്. K എന്ന് പറയുന്ന ഷെല്ലിന്റെ നമ്പർ 1 ആണ്. ഒന്നാമത്തെ ഷെല്ലാണ് K. അതുകൊണ്ട് അതിൽ സബ് ഷെല്ല് 1 ഉള്ളൂ. L എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്. അതുകൊണ്ട് അതിൽ 2 സബ് ഷെല്ലുണ്ട്. S-ഉം ഉണ്ട്, P-യും ഉണ്ട്. M എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്. അതിൽ 3 സബ് ഷെല്ലുണ്ട്. S, P, D. ആൻഡ് N എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലാണ്. അതിൽ 4 സബ് ഷെല്ലുണ്ട്. ഇനി വേറൊരു ഷെൽ 5ാമതുണ്ടെങ്കിൽ അതിൽ 5 സബ് ഷെല്ലുകളുണ്ട്. അപ്പൊ ഇത്തരത്തില് എത്രയാണോ ഷെൽ നമ്പർ അത്ര തന്നെ സബ് ഷെല്ലുകളും ഉണ്ടായിരിക്കും. K എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ഷെൽ നമ്പർ ആണ്. സോ ഒരു സബ് ഷെല്ലാണ്. L-ല് 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് 2 സബ് ഷെല്ലുണ്ട്. M എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്. അതിൽ 3 സബ് ഷെല്ലുണ്ട്. N എന്ന് പറയുന്നത് 4ാമത്തതാണ്. അതിൽ 4 സബ് ഷെല്ലുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഈ സബ് ഷെല്ലിന്റെ അകത്താണ് ഓർബിറ്റൽ ഉള്ളത് അല്ലെ. സബ് ഷെല്ലിന്റെ ഉള്ളിൽ ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ. അത് നമ്മൾ മനസ്സിലാക്കുന്നത് S എന്ന് പറയുന്ന സബ് ഷെല്ലിന്റെ അകത്ത് ഒരു ഓർബിറ്റലേ ഉള്ളൂ. P, S-ന്റെ അകത്ത് ഒരെണ്ണേ ഉള്ളൂ. P-യുടെ അകത്ത് 3 ഓർബിറ്റൽ ഉണ്ട്. D-യുടെ അകത്ത് 5 ഓർബിറ്റൽ ഉണ്ട്. F-ന്റെ അകത്ത് 7 ഓർബിറ്റൽ ഉണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കണം. S-ന്റെ അകത്ത് ഒരു ഓർബിറ്റൽ, P-യുടെ അകത്ത് 3 ഓർബിറ്റൽ,
ഡിയുടെ അകത്ത് 5 ഓർബിറ്റൽ, എഫിന്റെ അകത്ത് 7 ഓർബിറ്റൽ. ഓക്കെ, സോ ഷെല്ലിന്റെ അകത്ത് സബ്ഷെല്ല്, സബ്ഷെല്ലിന്റെ അകത്ത് ഓർബിറ്റൽ. കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് ഒരു സബ്ഷെൽ, അതിൽ ഒരു ഓർബിറ്റൽ. എൽ എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് 2 സബ്ഷെൽ, എസ് ഉണ്ട് പി ഉണ്ട്. എസിൽ ഒരു ഓർബിറ്റല്, പിയില് 3 ഓർബിറ്റൽ. എം എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് 3 സബ്ഷെൽ, അതിൽ എസിൽ ഒരു ഓർബിറ്റല്, പിയില് 3 ഓർബിറ്റല്, ഡിയില് 5 ഓർബിറ്റൽ. എൻ എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് എസ് പി ഡി എഫ് എന്ന് പറയുന്ന 4 സബ്ഷെല്ലുകളുണ്ട്. എസിന്റെ അകത്ത് ഒരു ഓർബിറ്റല്, പിയുടെ അകത്ത് 3 ഓർബിറ്റല്, ഡിയുടെ അകത്ത് 5 ഓർബിറ്റല്, എഫിന്റെ അകത്ത് 7 ഓർബിറ്റൽ. ക്ലിയർ? ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകളാണ് മാക്സിമം നിറയുക. സോ ഒരു ഓർബിറ്റലില് 2 ഇലക്ട്രോണേ നിറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണെ ഫില്ല് ചെയ്യുള്ളൂ. ഒരു ഓർബിറ്റലില് 2 ഇലക്ട്രോൺ, എസിൽ ഒരു ഓർബിറ്റൽ. അപ്പൊ എസിലുള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. പിയിലാണെങ്കിൽ 3 ഓർബിറ്റൽ ഉണ്ട്, ഒരു ഓർബിറ്റലില് 2. അങ്ങനെയാണെങ്കിൽ 3 ഓർബിറ്റലില് 3 × 2 6 ഇലക്ട്രോൺസ്. ഡിയിലാണെങ്കിൽ 5 ഓർബിറ്റൽ ഉണ്ട്, ഒരു ഓർബിറ്റലില് 2 ഇലക്ട്രോൺ. അങ്ങനെ 5 എണ്ണത്തിൽ 5 × 2 10 ഇലക്ട്രോൺ ഉണ്ട്. എഫിലാണെങ്കിൽ 7 ഓർബിറ്റൽ ഉണ്ട്, ഒരു ഓർബിറ്റലിൽ 2 ആണെങ്കിൽ 7 എണ്ണത്തിൽ 7 × 2 14. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പിയിലാണെങ്കിൽ മാക്സിമം ഇലക്ട്രോൺ 6, ഡിയിലാണെങ്കിൽ മാക്സിമം ഇലക്ട്രോൺ 10, എഫിലാണെങ്കിൽ മാക്സിമം ഇലക്ട്രോൺ 14. ഈ സബ്ഷെല്ലിൽ നമുക്ക് ഇലക്ട്രോൺ എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നോക്കാം. ഓക്കെ, 1 2 3 4 ഇത് ഷെല്ലിന്റെ നമ്പറാണ്. ഒന്നാമത്തെ ഷെല്ല് കെ, 2 എൽ, എം, എൻ. സോ ഒന്നാമത്തെ ഷെല്ലില് ഒറ്റ സബ് ഷെല്ലേ ഉള്ളൂ, എസ് മാത്രം. രണ്ടാമത്തെ ഷെല്ലില് എസ് ഉണ്ട്, പി ഉണ്ട്. മൂന്നാമത്തേലാണെങ്കിൽ എസ്, പി, ഡി ഉണ്ട്. നാലാമത്തേതിലാണെങ്കിൽ എസ്, പി, ഡി, എഫ്. ക്ലിയർ? സോ ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ് ഷെല്ല്, രണ്ടാമത്തേല് 2, മൂന്നാമത്തേല് 3, നാലാമത്തേല് 4. ഇനി ഇത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ, അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് മാർക്ക് ചെയ്യും? 1s എന്ന് മാർക്ക് ചെയ്യും. അപ്പോ ഇവിടെ 1 എന്ന് പറയുന്നത് ഷെല്ലിന്റെ നമ്പറാണ്, എസ് എന്ന് പറയുന്നത് സബ് ഷെല്ലാണ്. അപ്പൊ ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യും? ഈ എസും പിയും രണ്ടാമത്തെ ഷെല്ലുള്ളതല്ലേ, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? 2s 2p. 2s എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ, 2p എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിലെ പി എന്ന് പറയുന്ന സബ് ഷെൽ. ഈ എസും പിയും ഡിയും മൂന്നാമത്തെ ഷെല്ലുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? 3s 3p 3d. അപ്പൊ 3s എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ, മൂന്നാമത്തെ ഷെല്ലിലെ പി, മൂന്നാമത്തെ ഷെല്ലിലെ ഡി എന്ന് പറയുന്ന സബ് ഷെൽ. ഈ എസും പിയും ഡി എഫും എവിടെയാണ്? നാലാമത്തെ ഷെല്ലുള്ളത്, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? 4s 4p 4d 4f. 4d എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാലാമത്തെ ഷെല്ലിലെ ഡി സബ് ഷെൽ. 4f എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലെ എഫ് എന്ന് പറയുന്ന സബ് ഷെൽ. സോ ഇങ്ങനെയാണ് നമ്മൾ സബ് ഷെല്ലുകളെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ വായിക്കുക 1s എന്നാണ്, 1s. ഇത് 2s, ഇത് 2p. ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. ഓക്കെ, ഷെല്ലിലുള്ള ഇലക്ട്രോൺ പൂരണം നമുക്കറിയാം. ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം നടക്കുക നമുക്കറിയാം. പക്ഷെ സബ് ഷെല്ലിൽ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സബ് ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്? അതിന് നമ്മളൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളാണ് ഓഫ് ബൂ പ്രിൻസിപ്പിൾ. ഓഫ് ബൂ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇലക്ട്രോൺ പൂരണം സബ് ഷെല്ലിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രം ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എളുപ്പമാണ്. ഒന്നാമത്തെ എസ്, രണ്ടാമത്തെ എസും രണ്ടാമത്തേല് പിയും ഉണ്ട്. മൂന്നാമത്തേല് എസും ഉണ്ട്, മൂന്നാമത്തേല് പിയും ഉണ്ട്, മൂന്നാമത്തെ ഷെല്ലിൽ ഡിയും ഉണ്ട്. നാലാമതാണെങ്കിൽ നാലാമത്തെ എസ് ഉണ്ട്, നാലാമത്തെ പി ഉണ്ട്, നാലാമത്തെ ഡി ഉണ്ട്, നാലാമത്തത് എഫ് ഉണ്ട്. അഞ്ചാമത്തെ ഷെല്ലാണെങ്കിൽ ഇതേപോലെ അഞ്ചാമത്തെ എസ് ഉണ്ടായിരിക്കും, അഞ്ചാമത്തേല് പി ഉണ്ടായിരിക്കും, അഞ്ചാമത്തേല് ഡി ഉണ്ടായിരിക്കും, അഞ്ചാമത്തേല് എഫ് ഉണ്ടായിരിക്കും. ആറാമത്തതാണെങ്കിലും 6 എസ് ഉണ്ട്, 6 പി ഉണ്ട്, 6 ഡി ഉണ്ട്, ദെൻ 6 എഫ് ഉണ്ട്. നമുക്ക് ഇത്രയും മതി. ഓക്കെ, സോ ഇത് നമ്മൾ റൗണ്ടിൽ മാർക്ക് ചെയ്യണം.
ഇതെല്ലാം സബ് ഷെല്ലുകളാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സബ് ഷെല്ല് നമ്മൾ ചെരിച്ചൊരു സ്ലാഷ് കൊടുക്കുക. ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു സ്ലാഷ് കൊടുക്കുക. ക്ലിയർ? ഇതൊക്കെ ഇങ്ങനെ ഒരു ചെരിച്ചിട്ട് ഒരു സ്ലാഷ് കൊടുക്കുക. സോ ഇങ്ങനെയാണ് ഇതിന് ചെരിച്ച് സ്ലാഷ് കൊടുത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓരോന്നും നേരെ എഴുതി നോക്കുക. ആദ്യം വരുന്നത് 1s ആണ്, സോ 1s. പിന്നെ വരുന്നത് 2s ആണ്, സോ 2s. പിന്നെ വരുന്നത് 2p ആണ്, സോ 2p. 2p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാണ്? 3p ആണ് അല്ലെ. 2p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3p. 3p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4s. സോ ഇതിനിടയിൽ ആരുണ്ട്? 3s ഉണ്ട്. 2p കഴിഞ്ഞാൽ 1s, 2s, 2p കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? 3s ഉണ്ട്. 3s കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? 3p. 3p കഴിഞ്ഞാൽ 4s, 4s കഴിഞ്ഞാൽ 3d, 3d കഴിഞ്ഞാൽ 4p, 4p കഴിഞ്ഞാൽ 5s, 5s കഴിഞ്ഞാൽ 4d, 4d കഴിഞ്ഞാൽ 5p, ആൻഡ് 5p കഴിഞ്ഞാൽ 6s. ഇങ്ങനെയാണ് ഇതിങ്ങനെ പോകുന്നത്. സോ ഈ ഒരു ക്രമീകരണത്തെയാണ് നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് KLMN, ഇതായിരുന്നു ഷെല്ലുകൾ അല്ലെ. കെനെക്കാളും ചാർജ് കൂടുതലാണ് എല്ലിന്, എല്ലിനെക്കാളും എമ്മിന്, എന്നിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും 1s-നേക്കാളും എനർജി കൂടുതൽ ആരായിരിക്കും? 2s-നായിരിക്കും. 2s-നേക്കാൾ കൂടുതൽ 2p ആയിരിക്കും. 2p-യേക്കാൾ കൂടുതൽ 3s-നായിരിക്കും. ദെൻ 3p ആയിരിക്കും 4s, 3d, then 4p, 5s, 4d, 5p and 6s. സോ ഇങ്ങനെയാണ് ഇലക്ട്രോൺ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ വന്നെന്ന് അറിയുന്നത്. ആദ്യം 1s-ൽ ഇലക്ട്രോൺ നിറയും. 1s ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത്. 1s-ൽ നിറഞ്ഞു കഴിഞ്ഞാൽ 2s-ലേക്ക് പോകും. 2s കഴിഞ്ഞാൽ 2p-ലേക്ക് പോകും. 2p കഴിഞ്ഞാൽ 3s-ലേക്ക് പോകും. 3s കഴിഞ്ഞാൽ 3p-ലേക്ക് പോകും. 3p കഴിഞ്ഞാൽ 4s, 4s കഴിഞ്ഞാൽ 3d-ലേക്ക്, 3d കഴിഞ്ഞാൽ 4p, 4p കഴിഞ്ഞാൽ 5s, 5s കഴിഞ്ഞാൽ 4d, then 4p, then 6s. ഇങ്ങനെയാണ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ നടക്കുന്നത്, പൂരണം നടക്കുന്നത്. സോ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഈ ഡയഗ്രാം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റില്ല. ഈ ഡയഗ്രത്തിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം എഴുതും. നോക്കിയേ, ആദ്യം 1s എഴുതും, പിന്നെ 2s എഴുതും, പിന്നെ 2p എഴുതും, പിന്നെ 3s, പിന്നെ 3p, പിന്നെ 4s, പിന്നെ 3d, പിന്നെ 4p, പിന്നെ 5s, പിന്നെ 4d, പിന്നെ 5p, പിന്നെ 6s, പിന്നെ 4f, 5d. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എല്ലാം എഴുതി നോക്കുന്നത്. അപ്പൊ നമുക്ക് 1-2 എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം. സോഡിയം തന്നെ ആദ്യം എഴുതി നോക്കാം. സോഡിയം 11 അറ്റോമിക് നമ്പർ. സോഡിയത്തിന്റെ സബ്ഷെൽ ആദ്യം ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. 2, 8, 1. ഇങ്ങനെയാണ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ്ഷെല്ലിൽ നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യം ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞിട്ടുള്ളത് 1s ആണ്. എസിൽ മാക്സിമം ഇലക്ട്രോൺ 2, അപ്പൊ 1s2. രണ്ടാമത് വരുന്നത് 2s ആണ്, സോ 2s. അവിടെയും s ആണ്, എസിൽ 2 ഇലക്ട്രോൺ. മൂന്നാമത് വരുന്നത് 2p ആണ്, സോ 2p. 2pയിൽ 6 ഇലക്ട്രോൺ വരെ പോകും. ദെൻ വരുന്നത് 3s ആണ്, സോ 3s. 6ഉം 2ഉം 8ഉം 10, പിന്നെ 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇതാണ് സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തൊക്കെ കിട്ടും? എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് അല്ലെ. എസിലാണ് അവസാനിക്കുന്നത്, സോ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. പീരീഡ് നമ്പർ 3 ആണ്, ഗ്രൂപ്പ് നമ്പർ 1 ആണ്. നമുക്ക് നമ്മൾ ലേറ്റർ പഠിക്കും എങ്ങനെയാണ് ഇത് കിട്ടാൻ നോക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതും ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് തന്നെയല്ലേ. നോക്കി, 1s-ൽ 2 ഇലക്ട്രോൺ, അതായത് ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, അപ്പൊ 2. രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ലുണ്ട്, എസ് ഉണ്ട് പി ഉണ്ട്, അപ്പൊ 2 കൂടി കൂട്ടുക അല്ലെ. രണ്ടാമത്തെ ഷെല്ലില് എസ് ഉണ്ട് പി ഉണ്ട്, അപ്പൊ ആകെ ഇലക്ട്രോൺ 2 + 6 8. മൂന്നാമത്തെ ഷെല്ലില് ഒറ്റ ഇലക്ട്രോൺ 1, 2 8 1. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളത്, 2 8 1. സോ ഷെല്ല് ഇലക്ട്രോൺ കോൺഫിഗറേഷനും സബ് ഷെല്ലും എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് വേറൊരു എലമെന്റ് എഴുതി നോക്കാം. ക്രോമിയം 24. ക്രോമിയത്തിന്റേത് 24 ആണ്. എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആദ്യം നമുക്ക് സബ്ഷെൽ എഴുതി നോക്കാം.
സബ്ഷെൽ എഴുതുമ്പോൾ ആദ്യം 1s2 2s2 2p6 3s2 then 3p6 4s2 then 3d4 അല്ലെ 10 20 24 ഇങ്ങനെയാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. ക്ലിയർ അല്ലേ? 1s2 2s2 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കി ഇവിടെ ഈ 4s-ഉം 3d-യും നോക്കുക. നമ്മൾ എനർജി ലെവൽ നോക്കുന്ന സമയത്ത് ആർക്കാണ് എനർജി കൂടുതൽ? 4s-നേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്? 3d-ക്ക് അല്ലെ? 4s-നേക്കാളും എനർജി കൂടുതലാണ് 3d-ക്ക്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ 4s-ഉം 3d-യും തമ്മിൽ എനർജി നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് എനർജി സ്കെയിലിൽ ലാർജ് ഡിഫറൻസ് ഒന്നുമില്ല, വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 3d-നെ ഉള്ളിലേക്കും 4s-നെ പുറത്തേക്കും വെക്കാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി 3s ഉണ്ട്, 3p ഉണ്ട്, 3d കുറച്ച് അകലത്തിലാണ്. സോ 3d ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെല്ലുകളെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രമീകരിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3d-യെ ഉള്ളിലേക്ക് വെക്കും, 4s-നെ പുറത്തേക്ക് വെക്കും. ആക്ച്വലി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇതാണ്. ഇങ്ങനെ എഴുതിയാലാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിനും കൺവീനിയൻസിനും വേണ്ടിയിട്ട് 4s-ഉം 3d-യും തമ്മിൽ എനർജിയിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം? 3d ഉള്ളിലേക്കും 4s പുറത്തേക്കും എഴുതാം. സോ ഇതിന്റെ യഥാർത്ഥ കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 1s2 2s2 2p6 3s2 3p6 then 3d4 4s2 3d-നെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. ഇതാണോ ശരിയായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് ചോദിച്ചാൽ ഇതുമല്ല. നോക്കി ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് നോക്കുക. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകൾ 10 എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോൺ 14. സോ ഇവിടെ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 4. 4 എണ്ണം നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആയിട്ട് മാറും. മീൻസ് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് സ്റ്റെബിലിറ്റി കിട്ടില്ല. അതുകൊണ്ട് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലില് ഒന്നെങ്കിൽ 10 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ 10ന്റെ പകുതി 5 ഇലക്ട്രോൺ എങ്കിലും വേണം. എഫില് ഒന്നെങ്കിൽ 14 ഇലക്ട്രോൺ വേണം, അല്ലെങ്കിൽ അതിന്റെ പകുതി 7 ഇലക്ട്രോൺ എങ്കിലും മിനിമം വേണം. എന്നാലേ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിനും എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിനും സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത ഉണ്ടാകുള്ളൂ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിയില് 4 എണ്ണേ ഉള്ളൂ. ഡിയില് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരത കൈവരിക്കണമെങ്കിൽ 5 എണ്ണെങ്കിലും മിനിമം വേണം. സോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 5 എണ്ണം വേണം. അപ്പൊ 1 ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ വേണ്ട. അത് എവിടുന്ന് കിട്ടും? 4s എന്ന 1 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പൊ ഇതെന്തായി മാറി? 3d5 ആയി മാറി. 4sൽ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 4s1. സോ ഇതാണ് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ക്രോമിയത്തിന്റെ ഈ ഒരു പ്രത്യേകത നോക്കണം. 3d വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേകത നോക്കണം. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന സബ്ഷെൽ വന്നാലും ഈ ഒരു പ്രത്യേകത നോക്കണം. മറ്റൊരു എലമെന്റ് നമുക്ക് എഴുതി നോക്കാം. കോപ്പർ 29 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 then 3p6 then 4s2 then 3d 10 20 29 അല്ലെ? ഇങ്ങനെയാണ് ഇതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാം. പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4s-ഉം 3d-യും എനർജിയിൽ വ്യത്യാസമില്ല. സോ നമുക്ക് ഉള്ളിലേക്ക് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം നമ്മള്? 1s2 2s2 2p6 3s2 3p6 3d9 4s2. ഇത് ശരിയായിട്ടുണ്ടോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇതിൽ ഇനിയും മാറ്റമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഡി എന്ന് പറയുന്നതിൽ ഒന്നെങ്കിൽ 10 എണ്ണം വേണം, അല്ലെങ്കിൽ 5 എണ്ണം വേണം. എഫ് ആണെങ്കിൽ 14 7. ഇവിടെ നോക്കി ഡിയിൽ എത്രയുള്ളൂ? 9. 1 ഇലക്ട്രോൺ കൂടി വേണം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം. ആ ഇലക്ട്രോൺ എവിടുന്ന് കിട്ടും? എസ് എന്ന് കിട്ടും. അപ്പൊ എന്തായി മാറി? ഈ എസിലുള്ള 1 ഇലക്ട്രോൺ ഒരു ഡിയിലേക്ക് വരും. അപ്പൊ ഡി എന്തായി? 10. എസ്ഒ 4s1. ഇപ്പൊ നോക്കിയേ 10 20 26 28 29. സോ ഇതാണ് കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇത് രണ്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അത് തെറ്റാതെ നിങ്ങൾ എഴുതുകയും വേണം. അപ്പോൾ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലും അതുപോലെ എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഫുൾ ഫീൽഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹാഫ് ഫീൽഡ് സ്റ്റേറ്റ് ആണ് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അല്ലാത്ത സ്റ്റേറ്റ് ഒന്നും
എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇങ്ങനെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്കൊരു എളുപ്പവഴിയിലും ചെയ്യാം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് സോഡിയം തന്നെ എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 and 3s1. ഇങ്ങനെയാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കി, ഇവിടെ 2, 2, 4, 10 ഇലക്ട്രോൺ ആണ് ആദ്യത്തെ 3 സബ്ഷെല്ലുകളിൽ. നാലാമത്തേൽ ഒരെണ്ണം ഉണ്ട്. നമ്മൾ അലസവാതകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ ആൻഡ് സിനോൺ ആൻഡ് റേഡോൺ. ഇത് അലസവാതകങ്ങളാണ്. 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, നിയോൺ 10 ആണ്, ആർഗൺ 18 ആണ്. നമുക്ക് ഇത് 3 എണ്ണം മാത്രം മതി, ബാക്കിയൊന്നും വേണമെന്നില്ല. സോ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ട എലമെന്റ് ഏതാണോ അതിന്റെ അറ്റോമിക് നമ്പർ ഈ അലസവാതകങ്ങളുടെ അറ്റോമിക് നമ്പറുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എഴുതാൻ. സോ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ തൊട്ട് മുകളിലുള്ള അറ്റോമിക് നമ്പർ ആണ് നിയോണിനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? നിയോൺ എന്ന് എഴുതാം. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്, സോഡിയത്തിന്റേത് 11 ആണ്. സോ ഇനി നമുക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. അതിൽ ഏത് ആഡ് ചെയ്യും? 3s1. സോ ഇതാണ് സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അറ്റോമിക് നമ്പർ 11 മുതൽ 17 വരെയുള്ള എലമെന്റ്സ്, അറ്റോമിക് നമ്പർ 11 മുതൽ 17 വരെയുള്ള എലമെന്റ്സിന് നമുക്ക് ആരെ യൂസ് ചെയ്യാം? നിയോണിനെ യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ അറ്റോമിക് നമ്പർ 19 ശേഷം, 19 മുതൽ അറ്റോമിക് നമ്പർ 19 ശേഷമുള്ള അല്ലെങ്കിൽ 19 ശേഷമുള്ള എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആർഗൺ യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് മഗ്നീഷ്യത്തിന്റെ നോക്കാം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. സോ ഇതിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2, 2s2, 2p6, 3s2 ആണ്. സോ ഇത് 10 ആണ്. 10നെ നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? നിയോണിനെ റെപ്രസെന്റ് ചെയ്യാം. ബാക്കി എന്ത് എഴുതിയാൽ മതി? 3s2. സോ ഇതാണ് മഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോപ്പർ നോക്കാം. കോപ്പർ 29 ആണ് കോപ്പറിന്റേത്. സോ ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6 and 4s2, then 3d10, 20, 3d9. ഇങ്ങനെയാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. പക്ഷെ നമ്മൾ D10 ആക്കണം, 4s1 ആക്കണം. ഓക്കെ. നമുക്ക് ഇതിന്റെ ഷോർട്ട് ഫോം എങ്ങനെ എഴുതാം നോക്കാം. കോപ്പർ 29 ആണ്. അപ്പൊ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ആർഗണിനെ യൂസ് ചെയ്യാം. ആർഗൺ 18 ആണ്. സോ ആർഗൺ എഴുതാം. അപ്പൊ 18 വരെയുള്ള എലമെന്റ്സ് നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഇവിടെ നോക്കി, 2, 4, 10, 12, 18. ബാക്കി ആരാ ഉള്ളത്? 4s2ഉം 3d9ഉം. ഇത് നമുക്ക് മാറ്റി എഴുതാലോ. എങ്ങനെ എഴുതാം? ആർഗൺ 3d10, 4s1. സോ ഇതാണ് കോപ്പറിന്റെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സോ ഇങ്ങനെ അലസവാതകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം ആക്കി എഴുതാൻ സാധിക്കും.